ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിൻ്റെ ICT പാഠപുസ്തകത്തിലെ സോഫ്റ്റ്വെയർ ആൻഡ് ഫ്രീഡം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ എന്താണെന്ന്, അതുപോലെ സോഴ്സ് കോഡ്, ഒബ്ജക്റ്റ് കോഡ് ഇവ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. പ്രൊപ്രൈറ്ററി, ഫ്രീ, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകൾ എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ, അതുപോലെ GNU, ലിനക്സ്, ലൈസൻസസ് തുടങ്ങിയ കാര്യങ്ങൾ കൂടെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ എന്നുള്ളത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഒരു ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു കൂട്ടത്തെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കാൽക്കുലേറ്റർ, ബ്രൗസർ, വേർഡ് പ്രോസസ്സർ. ഇപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അതായത് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളാണ്, ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് തരത്തിലുള്ള കോഡുകളാണുള്ളത്. സോഴ്സ് കോഡ് എന്നുള്ളത് നമുക്ക് വായിക്കാൻ പറ്റുന്ന, മനുഷ്യർക്ക് വായിക്കാൻ കഴിയുന്ന, മനുഷ്യർ തന്നെ തയ്യാറാക്കിയ പ്രോഗ്രാമുകളാണ് സോഴ്സ് കോഡുകൾ. എക്സാമ്പിളാണ് പൈത്തൺ, സി, ജാവ കോഡുകളൊക്കെ. ഒബ്ജക്റ്റ് കോഡ് എന്നത് നമുക്ക് മനസ്സിലാവില്ല, കമ്പ്യൂട്ടറിന് മാത്രം മനസ്സിലാകുന്ന മെഷീൻ ലാംഗ്വേജ് ആണ് ഒബ്ജക്റ്റ് കോഡ്. സോഴ്സ് കോഡിനെ കമ്പൈൽ ചെയ്യുമ്പോൾ, അതിന് പ്രോഗ്രാം ചെയ്യുന്ന, അതിനെ അടുത്ത ഘട്ടത്തിലേക്ക് മാറ്റുമ്പോഴാണ് അത് ഒബ്ജക്റ്റ് കോഡാക്കി മാറുന്നത്. ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ കമ്പ്യൂട്ടറിന് അത് വർക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. സോഴ്സ് കോഡ് മനുഷ്യർക്ക് വായിക്കാം, ഒബ്ജക്റ്റ് കോഡ് കമ്പ്യൂട്ടറിന് വായിക്കാനായിട്ട് കഴിയും. സോഴ്സ് കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, ഒരു പ്രോഗ്രാമിൽ മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് കോഡ് ലഭിച്ചിട്ട് കാര്യമില്ല. സോഴ്സ് കോഡ് ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഒരു സോഫ്റ്റ്വെയറിൽ വരുത്താനായിട്ട് കഴിയുള്ളൂ. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ, മലയാളത്തിൽ കുത്തക സോഫ്റ്റ്വെയർ എന്നാണ് പറയുക. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കുത്തക സോഫ്റ്റ്വെയറുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് ലഭ്യമാവില്ല. ആ സോഴ്സ് കോഡ് മുഴുവനായി കമ്പനിയുടെ കൺട്രോളിലായിരിക്കും. ആ കമ്പനി ഒരു ലൈസൻസ് പറഞ്ഞിട്ടുണ്ടാവും. ആ നിയന്ത്രണങ്ങൾക്കനുസരിച്ചുള്ള ആ ഉപയോഗങ്ങൾ മാത്രമേ ആ സോഫ്റ്റ്വെയറിന് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെയുള്ള പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറുകളാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ്, MS ഓഫീസ്, അഡോബ് ഫോട്ടോഷോപ്പ്. ഇതിൻ്റെ ഒന്നും സോഴ്സ് കോഡ് നമുക്ക് ലഭിക്കില്ല, അതിലൊരു മാറ്റവും നമുക്ക് വരുത്താനായിട്ട് കഴിയുന്നില്ല. അവിടെയാണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്നൊരു കൺസെപ്റ്റ് വരുന്നത്. ഫ്രീ എന്ന് പറഞ്ഞാൽ ഫ്രീഡം എന്നാണ്, അതായത് വിലയില്ല എന്നല്ല, അതിന് സ്വാതന്ത്ര്യമാണ്. അതിൽ പ്രധാനമായും നമുക്ക് 4 ഫ്രീഡമാണ് തരുന്നത്. ഒന്ന്, ഏത് ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത്, നമ്മുടെ ഏത് ആവശ്യത്തിലേക്ക് അത് മാറ്റി ഉപയോഗിക്കാം. അതുപോലെ സോഴ്സ് കോഡ് അവൈലബിൾ ആണ്. സോഴ്സ് കോഡ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അതിൽ ചേഞ്ചസ് വരുത്താം, മാറ്റം വരുത്താം. അതിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് നമുക്ക് മറ്റുള്ള ആളുകൾക്ക് വിതരണം ചെയ്യാനും കഴിയുന്ന 4 ലൈസൻസുകളാണ്. അതിൽ ആദ്യത്തേത് ഒരു ബേസിക് യൂസസ് ആണ്, അതായത് ഏത് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 ഫ്രീഡങ്ങൾ തരുന്നതാണ് ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത. ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾസ് ആണ് GNU, ലിനക്സ്, ജിംബ്, ലിബർ ഓഫീസ്. ഇവയിൽ ഈ പറഞ്ഞ ഈ 4 ഫ്രീഡവും നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നുള്ളതാണ് മറ്റത്. ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഫ്രീ സോഫ്റ്റ്വെയർ പോലെ തന്നെ സോഴ്സ് കോഡ് എല്ലാവർക്കും ഓപ്പണായി കാണാൻ പറ്റുന്നതാണ്. സോഴ്സ് കോഡ് എല്ലാവർക്കും കിട്ടും. അതുപോലെ എല്ലാവരും കൂടി ചേർന്ന് കൊണ്ടിട്ട് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ഈ സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ, സുരക്ഷാ വീഴ്ചകളൊക്കെ തന്നെ കണ്ടെത്തി, അതിൻ്റെ ബഗ്ഗുകൾ, സുരക്ഷാ വീഴ്ചകൾ, പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തി വേഗത്തിൽ പരിഹരിക്കാനായിട്ട് കഴിയും. ഓപ്പൺ സോഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ലിനക്സ് കെർണൽ, ഫയർഫോക്സ്, VLC, മീഡിയ പ്ലെയർ. ഇതെല്ലാം ഓപ്പൺ സോഴ്സുകളാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു സംശയം വരും, ഫ്രീ സോഫ്റ്റ്വെയറും ഓപ്പൺ സോഴ്സും രണ്ടും ഒന്ന് തന്നെയാണോ എന്നൊരു സംശയം വരും. ഇപ്പോൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. ഫ്രീ സോഫ്റ്റ്വെയറും ഓപ്പൺ സോഴ്സും, അത് പ്രധാന വ്യത്യാസം, ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ആ ഉപഭോക്താവിന്, ആരാണോ ഉപയോഗിക്കുന്നത് അയാൾക്ക് പൂർണ്ണമായും സ്വാതന്ത്ര്യം നൽകുന്നതാണ്. പക്ഷെ ഓപ്പൺ സോഴ്സ് അത് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് മികച്ച തരത്തിലുള്ള നല്ല ഡെവലപ്പ് ചെയ്ത് നല്ല സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുടെ ഉദ്ദേശം. അതിൻ്റെ ഒരു സമീപനം, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അതൊരു മോറൽ സൈഡാണ്. പക്ഷേ ഓപ്പൺ സോഴ്സിനെ സംബന്ധിച്ച് കുറേ കൂടി പ്രാക്ടിക്കൽ, ടെക്നിക്കൽ സൈഡിൽ കൂടുതൽ മെച്ചപ്പെട്ട സോഫ്റ്റ്വെയറുകളായി വരിക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. സോഴ്സ് കോഡുകൾ ഇതിൽ രണ്ടിലും തുറന്നു തന്നെയാണ്, സോഴ്സ് കോഡുകൾ ലഭിക്കും. പക്ഷേ വ്യത്യാസം, ഫ്രീ സോഫ്റ്റ്വെയറുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ 4 നിബന്ധനകളും 4 ഫ്രീഡവും ലഭിക്കുന്നുണ്ട്. പക്ഷേ ഓപ്പൺ സോഴ്സിൽ ഈ 4 ലഭിക്കണമെന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ ഈ ആൻഡ്രോയിഡ് ഓപ്പൺ സോഴ്സാണ്,
പക്ഷേ ആ ആൻഡ്രോയിഡിന് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ആ 4 നിബന്ധനകളും കിട്ടണമെന്നില്ല. അതിൻ്റെ സോഴ്സ് കോഡ് ലഭിച്ചുകൊണ്ട് അതൊരു പുതിയൊരു പതിപ്പാക്കിയിട്ട് അത് വീണ്ടും ഓപ്പൺ ആകണമെന്ന് ഇല്ല. മറ്റുള്ള ആളുകൾക്ക് അത് അതിൻ്റെ വീണ്ടും മാറ്റം വരുത്താൻ കഴിയണമെന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഉള്ള വ്യത്യാസങ്ങളാണ് ഓപ്പൺ സോഴ്സിൽ. ഫ്രീ സോഫ്റ്റ്വെയർ അങ്ങനെയല്ല. അതിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനും നേരത്തെ നമ്മൾ കണ്ട 4 ഫ്രീഡവും അവിടെ ലഭിക്കുന്നതാണ് ഫ്രീ സോഫ്റ്റ്വെയർ. പക്ഷേ ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അത്രയും സ്വാതന്ത്ര്യം ലഭിക്കുന്നതല്ല. അതിൻ്റെ എക്സാമ്പിൾസാണ് GNU ലിനക്സ് ജിംബെല്ല ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഓപ്പൺ സോഴ്സ് ആണ് ഫയർഫോക്സും ലിനക്സും ആൻഡ്രോയിഡും ഒക്കെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകളാണ്. സോഫ്റ്റ്വെയർ ലൈസൻസ് എന്നുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായ ലൈസൻസാണ് GPL ലൈസൻസ്. അതിലെ കോപ്പി റൈറ്റ് നമുക്ക് കേട്ടിട്ടുണ്ട്. കോപ്പി റൈറ്റ് അത് അയാൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ, അയാൾക്ക് ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കാം എന്ന് പറയുന്നതാണ് കോപ്പി റൈറ്റ്. കോപ്പി ലെഫ്റ്റ് എന്നത് ആ സ്വാതന്ത്ര്യം ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് അയാൾക്ക് ഏത് തരത്തിലും ഉപയോഗിക്കാം എന്നുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ലൈസൻസിനെയാണ് കോപ്പി ലെഫ്റ്റ് ലൈസൻസ് എന്ന് പറയുന്നത്. ഈ GPL ലൈസൻസിൻ്റെ ഒരു പ്രത്യേകത, അത് എപ്പോഴും സ്വതന്ത്രമായി തന്നെ നിൽക്കണം. ഇപ്പോൾ നമ്മുടെ സോഴ്സ് കോഡ് നമുക്ക് ലഭിച്ചു, അത് മാറ്റം വരുത്തി മറ്റൊരു സോഫ്റ്റ്വെയറായി മാറ്റിയാലും അത് അപ്പോഴും എന്ത് തന്നെ ആയിരിക്കണം, ഫ്രീ സോഫ്റ്റ്വെയർ തന്നെ ആയിരിക്കണം. അത് വീണ്ടും ആർക്കും എടുത്ത് ഉപയോഗിക്കാൻ തരത്തിൽ അതിൻ്റെ സോഴ്സ് കോഡുകൾ ഫ്രീ ആയിട്ട് തന്നെ ലഭ്യമാക്കിയിരിക്കണം. അതാണ് GPL ലൈസൻസ്. ഇനി അപ്പാഷെ ആൻഡ് BSD ലൈസൻസ്. ഇത് സോഴ്സ് കോഡുകൾ ലഭിക്കുകയും അത് നമുക്ക് മാറ്റം വരുത്തുകയും ഒക്കെ തന്നെ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകളാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. സോഴ്സ് കോഡുകൾ അപ്പാഷെ ലൈസൻസിലും BSD ലൈസൻസിലും ലഭ്യമാണ്. അതിന് മാറ്റം വരുത്താൻ കഴിയും, കൊമേഴ്സ്യലായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ മോഡിഫൈ ചെയ്ത കോഡുകൾ അത് എല്ലാവർക്കും ലഭിക്കണമോ എന്നില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം ഏതിലും ഓപ്പൺ സോഴ്സ് തന്നെയാണ്, പക്ഷേ ഇതൊരിക്കലും ഫ്രീ സോഫ്റ്റ്വെയർ ആണെന്ന് പറയാനായിട്ട് കഴിയില്ല. കാരണം അതിൻ്റെ മോഡിഫൈഡ് കോഡുകൾ എല്ലാവർക്കും ലഭ്യമാക്കണമെന്ന് ഇല്ല. പക്ഷേ GPL അങ്ങനെയല്ല, മോഡിഫൈ ചെയ്താലും അതിൻ്റെ കോഡുകളും എല്ലാവർക്കും തന്നെ ലഭ്യമാക്കണം. മറ്റൊന്നാണ് എൻഡ് യൂസർ ലൈസൻസ് എഗ്രിമെൻറ്റ്, UELA. ഇത് ഒരു തരത്തിലും നമുക്ക് മാറ്റം വരുത്താൻ കഴിയാത്ത ടൈപ്പ് സോഫ്റ്റ്വെയർ ആണ് ഈ എൻഡ് യൂസർ ലൈസൻസ് എഗ്രിമെൻറ്റുകൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് വെർഷൻ ഫോർക്ക്. ഒരു സോഫ്റ്റ്വെയറിൻ്റെ പുതിയ പതിപ്പ് തയ്യാറാക്കുന്നതാണ് വെർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി കൊണ്ടുവരിക, സെക്യൂരിറ്റി അപ്ഡേഷൻസ് കൊണ്ടുവരിക തുടങ്ങിയവയാണ്. ഇപ്പോൾ 21 എന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ അതിൽ മെച്ചം വരുത്തിയ കുറച്ച് ചേഞ്ചസ് വരുത്തിയതാണ്. അതിൽ ചെറിയ സെക്യൂരിറ്റി പാച്ചസ് വരുത്തുന്ന നമ്പറാണത്. അപ്പോൾ ഇത്തരത്തിൽ വരുന്നതിനെയാണ് വെർഷൻ. ഫോർക്ക് എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആ സോഴ്സ് കോഡ് ഉപയോഗിച്ച് എൻറ്റയർലി ഡിഫറൻ്റായി മറ്റൊരു തരത്തിലേക്കൊരു സോഫ്റ്റ്വെയർ കൊണ്ടുവരുന്നതിനെയാണ് ഫോർക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരം ഈ ഒരു സ്വതന്ത്ര ചിന്തയ്ക്ക് ആദ്യമായിട്ട് ചിന്ത പാകിയ ആളാണ് റിച്ചാർഡ് സ്റ്റാൾമാൻ. GNU പ്രോജക്റ്റ് 1983 ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം യുനിക്സ് പോലുള്ള ഒരു ഫ്രീ OS നിർമ്മിക്കുക എന്നുള്ളതാണ്. GNU എന്ന് പറഞ്ഞാൽ GNU ഈസ് നോട്ട് യുനിക്സ് എന്നാണ്. 2 തരത്തിലുള്ള ലൈസൻസുകൾ നമ്മൾ പറഞ്ഞു, കോപ്പി ലെഫ്റ്റും കോപ്പി റൈറ്റും. ഇനി ലിനക്സ്, കെർണൽ, ഈ 2-3 വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. ലിനക്സ് എന്നത് ഒരു കെർണലാണ്. കെർണൽ എന്നത് ഒരു ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഹാർട്ടാണെന്ന് പറയാം. ഇനി GNU ടൂൾസ് എന്ന് പറയുന്നത് കെർണലുമായിട്ട് ഇടപെടാൻ കഴിയുന്ന, നമുക്ക് കമാൻഡ് കൊടുക്കാൻ കഴിയുന്ന, ടൈപ്പ് ചെയ്യാൻ കഴിയുന്ന, നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗങ്ങളെയാണ് GNU ടൂൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ GNU ടൂൾസും കെർണലും കൂടി ചേർന്നുകൊണ്ടാണ് GNU ലിനക്സ് ഉണ്ടായി വന്നിരിക്കുന്നത്. അത് കുറച്ചുകൂടി നമുക്ക് വിശദമായിട്ട് നോക്കാം. കെർണൽ എന്നത് ഒരു ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യുന്ന OSൻ്റെ ഒരു ഹാർട്ടാണെന്ന് പറയാം. CPU, മെമ്മറി, ഡിസ്ക്, ഡിവൈസ് ഇവയൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് കെർണൽ. അത് നിർമ്മിച്ചതാണ് ലിനസ് ടോർവാൾഡ്. ഷെൽ എന്നുള്ളത് യൂസറിന്, അതായത് നമുക്കും കെർണലും ഇടയിൽ നമുക്ക് കാണാൻ കഴിയുന്ന, ടൈപ്പ് ചെയ്യാൻ കഴിയുന്ന ഒന്നിനെയാണ് ഷെൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു കാറിൻ്റെ എക്സാമ്പിളാണ്. എൻജിൻ എന്നത് കെർണലാണ്. ആ കാറിൻ്റെ സ്റ്റിയറിങ്ങും പെഡലുകൾ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഷെൽ എന്ന് വിളിക്കാം. അതിലുള്ള ഡ്രൈവറിനെയാണ് യൂസർ എന്ന് വിളിക്കുന്നത്. ഇനി സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് 2 ഡെവലപ്മെൻറ്റ് മോഡുകളുണ്ട്. ഒന്നാണ് കത്തീഡ്രൽ മോഡൽ, അതായത്
അതിനുള്ളിൽ നടക്കുന്ന സോഴ്സ് കോഡുകൾ ഒരു കമ്പനിക്ക് മാത്രമാണ് അറിയാൻ കഴിയുക. കമ്പനി നിയമിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രം അറിയാൻ കഴിയുന്ന, അവർ മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ് ക്ലോസ്ഡ് ഡെവലപ്മെൻറ്റ്. അതിൻ്റെ സോഴ്സ് കോഡുകൾ ഒരിക്കലും പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിരിക്കില്ല. ആ കമ്പനിയിലകത്തുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും അറിയാൻ കഴിയുന്നത്. ബസാർ മോഡൽ എന്ന് പറയുന്നത് ഒരു ബസാർ പോലെ, ഒരു ചന്ത പോലെ, അത് ഓപ്പൺ ഡെവലപ്മെൻറ്റാണ്. ഇപ്പോൾ ലോകത്തുള്ള പല ആളുകളും കൂടി ചേർന്നുകൊണ്ട്, എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഡെവലപ്മെൻറ്റിനെയാണ് ബസാർ മോഡൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രധാനമായും ഒരു 10th ചാപ്റ്ററിൽ ഉള്ളത്.